അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ 9 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ഒരു സ്ഥിതി എന്തായിരിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സന്തോഷമുണ്ട്, എല്ലാവരും നന്ദി പറയുന്നു. അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നീണ്ടിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഞാൻ ഒരു 4-5 ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. സഭ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അനൂപ് ആൻ്റണി, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി, ഇവിടെ വന്നു. കഴിഞ്ഞൊരു 5-6 ദിവസമായിട്ട് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല, ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല. ഇത് 3 ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. 3 ദിവസം മുമ്പേ ഇവിടെ ഒരു ഡ്രാമയോ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് 3 ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് നടന്നില്ല. അത് ഓക്കെ അല്ല, അതിലൊരു സംശയമില്ല. പൊളിറ്റിക്കൽ ഡ്രാമ അല്ല, പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പറയണ്ട, എനിക്ക് പറയാൻ ആഗ്രഹമില്ല. അപ്പോൾ അല്ലേ, ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും നന്ദി പറയുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു. ആഭ്യന്തരമന്ത്രിനെ കണ്ടു, അവരെ നന്ദി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുണ്ടാകുമോ ബിജെപിയുടെ ഭാഗമായി?